ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്ക് എനർജി ആൻഡ് പവർ എന്ന ചാപ്റ്റർ ആണ്. സോ ആദ്യമായിട്ട് നമ്മൾ അതിൽ പഠിക്കാൻ പോകുന്നത് എന്താണ് വർക്ക് എന്നാണ്. വാട്ട് യു മീൻ ബൈ വർക്ക്? സോ വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ അറിയാവുന്നത്? ഇപ്പൊ പല ടൈപ്സ് ഓഫ് വർക്കിനെ കുറിച്ച് നമുക്ക് അറിയാമല്ലേ? ഇപ്പം ആസ് എ സ്റ്റുഡന്റ് നിങ്ങൾ പഠിക്കുന്നത് അതൊരു വർക്കാണ്. ഒരു ടീച്ചർ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്റെ വർക്കാണ്. ഒരു ഡ്രൈവ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചോ, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ അതാണ് അയാളുടെ വർക്ക്. ഇനി ഒരു കൺസ്ട്രക്ഷൻ വർക്കർ ആണെങ്കിലോ, അവർ ചെയ്യുന്ന കല്ല് ചുമക്കുന്നതും മണ്ണ് ചുമക്കുന്നതും ഒക്കെയാണ് അവർ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത്. ഇനി ഒരു ക്വാറിയിൽ അല്ലെങ്കിൽ ഒരു പാറമടയിൽ പണിയെടുക്കുന്ന ആളാണെങ്കിലോ, പാറ ആ, പാറ പൊട്ടിക്കുന്നതാണ് അവരുടെ വർക്ക് എന്ന് പറയുന്നത് അല്ലേ? സോ ഓരോരുത്തർക്കും ഓരോ ഓരോ വർക്കുകളുണ്ട്. പക്ഷേ നമ്മുടെ ഫിസിക്സിൽ ഇതൊന്നുമല്ല വർക്ക് എന്ന് പറയുന്നത്. ഇതൊക്കെയാണോ എന്ന് ചോദിച്ചാൽ ഇതിൽ ചില കാര്യങ്ങളൊക്കെ വർക്കാണ്. പക്ഷെ നമ്മൾ വർക്കായിട്ട് ഈ പറയുന്ന നിങ്ങൾ പഠിക്കുന്നതോ ഞാൻ പഠിപ്പിക്കുന്നതോ ഒന്നും ഫിസിക്സിൽ വർക്കായിട്ട് പരിഗണിക്കുന്നില്ല. എന്താണ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു ഫിസിക്സ് വർക്ക് എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് കൊടുക്കും. നമ്മളൊരു വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുമല്ലോ. ആ ഫോഴ്സ് മൂലം അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ മാത്രമേ നമ്മൾ വർക്ക് ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. അതായത് നമുക്ക് രണ്ട് മൂന്ന് കേസുകൾ കൺസിഡർ ചെയ്യാം. ഇപ്പം ഞാൻ ഇവിടെ ഒരു വ്യക്തി നിൽക്കുന്നു. ഓക്കെ, ഇവിടെ ഒരു വ്യക്തി നിൽക്കുന്നു. ആ വ്യക്തി ഒരു കല്ലിങ്ങനെ ഉരുട്ടുവാണ്. ഒരു വലിയ കല്ലാന്ന് വിചാരിച്ചു. ഈ വലിയ കല്ല് ഈ റോട്ടിലേക്ക് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോവുകയാണ്. ഉരുട്ടി 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 ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഒരു കേസാണ്. ഇനി അടുത്തത്, ഇതൊരു ഡോറാണ്. അപ്പൊ ഇവിടെ ഒരാള് നിപ്പുണ്ട്. ആ ആള് ഈ റൂമിൽ പെട്ടുപോയി. ഈ ഒരു റൂമിന്റെ അകത്ത് പെട്ടുപോയി. അയാൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഡോറ് തുറക്കണം. പക്ഷെ ഈ ഡോർ ആണെങ്കിൽ ലോക്കായിട്ട് കിടക്കും. അപ്പൊ അയാൾ നല്ല ഫോഴ്സ് കൊടുത്ത് ഇതിനെ ഇങ്ങോട്ട് പുൾ ചെയ്യുന്നുണ്ട് ഡോറിനെ. പക്ഷെ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഡോർ ലോക്കായിട്ട് കിടക്കും. ഈ രണ്ട് കേസും വെച്ചിട്ട് നമുക്ക് എന്താണ് വർക്ക് എന്ന് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ആദ്യത്തെ കേസിലൊന്ന് നോക്കിക്കേ. ഞാൻ ഈ കല്ലുരുട്ട് വിടുമ്പോഴേക്കും ഇയാള് എന്ത് ചെയ്യുന്നു? ഫോഴ്സ് കൊടുക്കുന്നു. അതനുസരിച്ച് ഈ കല്ല് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതേസമയം ഇവിടെ നോക്കിക്കേ, ഇയാൾ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് അല്ലെ? ഈ ഡോറ് തുറക്കാൻ വേണ്ടി ഇയാൾ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഈ ഡോർ ഓപ്പൺ ആവുന്നുണ്ടോ? ഇല്ല. ഈ ഡോറ് ഓപ്പൺ ആവുന്നുമില്ല. മീൻസ് ഡോറ് മുന്നോട്ട് പോകുന്നില്ല, പുറകോട്ട് പോകുന്നില്ല. പക്ഷെ കുറെ ഫോഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ്, എന്തെങ്കിലും ഒരു മോഷൻ സംഭവിക്കുന്നുണ്ടോ? ഇല്ലല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നില്ല. ഇയാൾ കാര്യമായിട്ട് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ടോ? പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇയാള് ഈ കല്ലിലേക്ക് ഫോഴ്സ് കൊടുക്കും. ഏത് ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് കൊടുക്കുന്ന? കല്ലിലേക്ക്. ഇങ്ങോട്ടല്ലേ കല്ല് മൂവ് ചെയ്യേണ്ടത്? അപ്പൊ ദേ ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കും. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? കല്ല് ഇങ്ങോട്ട് തന്നെ ഡിസ്പ്ലേസ് ചെയ്യും. ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റും ഏത് ഡയറക്ഷനിലാണ്? ഇങ്ങോട്ട് തന്നെയാണ്. ഇവിടുത്തെ കേസിലോ ഫോഴ്സ് ഇത് തുറക്കാനാണല്ലേ നോക്കുന്നത്. അപ്പൊ ഇയാൾ ഈ സൈഡിലോട്ട് ഇങ്ങോട്ട് വലിക്കുവാണ് ചെയ്യുന്നത്. ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ്. പക്ഷെ ഈ ഡയറക്ഷനിൽ എന്തെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് സീറോയാണ്. സോ നമ്മൾ ഇങ്ങനെയുള്ള കേസുകളെ ഒന്നും, ഒരു ഡിസ്പ്ലേസ്മെന്റ് നടക്കാത്ത കേസുകളെ ഒന്നും നമ്മൾ വർക്കായിട്ട് ഫിസിക്സിൽ പരിഗണിക്കില്ല. വർക്കായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് എന്ത് മാത്രമാണ്? വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ when a force is applied in the direction of displacement. എന്താണ് വർക്ക് എന്ന് പറയുന്നത്? വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ work is said to be done when a displacement occur in the direction of applied force. അതായത് നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ആ ഫോഴ്സ് മൂലം ആ ഫോഴ്സിന്റെ ഡയറക്ഷനിലോ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വർക്ക് എന്ന് പറയുന്നത്. സോ ഒരു വർക്ക് നടക്കണമെങ്കിൽ നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കണം അല്ലെ? ഫോഴ്സും കൊടുക്കണം, പിന്നെ എന്ത് ചെയ്യണം? ഡിസ്പ്ലേസ്മെന്റും അല്ലെ? ഫോഴ്സും കൊടുക്കണം, അവിടെ ഡിസ്പ്ലേസ്മെന്റും ഉണ്ടാവണം. സോ വർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ഫോഴ്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വർക്ക് കൺസിഡർ ചെയ്യാം. ലെറ്റ്
ഈ ഒരു ഡയറക്ഷൻ ഇതൊരു എക്സ് ഡയറക്ഷൻ ആണ്, ഇത് വൈ ഡയറക്ഷനിലാണ്. സോ എക്സ് ഡയറക്ഷനിൽ ഇത് എക്സ് ഡയറക്ഷൻ. സോ ഞാന് ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണ്. ഏത് ഡയറക്ഷനിലാണ്? ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണ്. ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ് ഇത്. ഫോഴ്സ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. സോ വെക്ടർ സിമ്പിൾ ഇട്ടു. ഫോഴ്സിന്റെ ഈ ഡയറക്ഷനിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണ്. അതുമൂലം ഈ ഡയറക്ഷനിൽ ഒരു ബോഡി ഡിസ്പ്ലേസ് ചെയ്തു. ജസ്റ്റ് നമുക്ക് ഇവിടെ ഒരു ബോഡീനെ കൺസിഡർ ചെയ്യാം. ഇതൊരു മാസ് എം ഉള്ള ഒരു ബോഡിയാന്ന് വിചാരിച്ചു. ഈ ബോഡിയിലേക്ക് ഞാൻ ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് കൊടുത്തു. അതിന് ഫലമായിട്ട് ഈ ഡയറക്ഷനിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു. ഓക്കെ, ഈ ഡയറക്ഷനിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഇടയ്ക്കുള്ള ആംഗിളിന് ഞാൻ തീറ്റ എന്ന് കൊടുക്കുവാണ്. സോ ഈ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുത്തു, ഈ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ഇതിന്റെ ഇടയ്ക്കുള്ള ആംഗിളിന് ഞാൻ തീറ്റ എന്ന് കൊടുക്കുവാണ്. സോ ഇത് തീറ്റയാണെങ്കിൽ ഫോഴ്സ് ഇങ്ങോട്ടല്ലേ കൊടുക്കുന്നത്. ഈ ഫോഴ്സ് മൂലം ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിൽ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ? ഫോഴ്സ് ഇങ്ങോട്ട് കൊടുത്തു, ആ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലേ. എങ്ങനെയാണ്? ഫോഴ്സ് എന്ന് പറയുന്ന വെക്ടർ ക്വാണ്ടിറ്റിനെ നമുക്ക് രണ്ട് കമ്പോണന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് എങ്ങോട്ട്? ഒന്ന് വൈ കമ്പോണന്റും ഒരു എക്സ് കമ്പോണന്റും ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങോട്ടും ഒരു ഫോഴ്സിന് ഒരു കമ്പോണന്റ് ഉണ്ടാവത്തില്ലേ? യെസ്, ഓഫ് കോഴ്സ് ഇങ്ങോട്ടും ഫോഴ്സിന് ഒരു കമ്പോണന്റ് ഉണ്ടാവും. അപ്പം ഫോഴ്സിന്റെ ഈ ഡയറക്ഷനിലുള്ള കമ്പോണന്റിന് എനിക്ക് എഫ് എക്സ് എന്ന് എഴുതാം. എന്തുകൊണ്ട് എഫ് എക്സ് എന്ന് എഴുതിയ? എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണന്റ്. ഇങ്ങോട്ടുള്ള കമ്പോണന്റിന് എഫ് ഐ. ഈ എഫിനെ നമ്മൾ രണ്ട് ഡയറക്ഷനിലും കമ്പോണന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി ഇതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണല്ലോ. സോ ഇത് എഫ് എക്സ്. ഞാൻ ജസ്റ്റ് ഇതിനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആക്കി മാറ്റുവാണ്. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ട്രിഗ്നോമെട്രി ഇതെന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ്, ഇത് തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ്, ഇത് തീറ്റയുടെ അഡ്ജസന്റ് സൈഡ്. അങ്ങനെയാണെങ്കിൽ എഫ് എക്സ് കണ്ടുപിടിക്കാൻ എനിക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ. കോസ് തീറ്റ ട്രിഗ്നോമെട്രിക്ക് പണ്ട് പഠിച്ച ഇക്വേഷൻ ആണ്. കോസ് തീറ്റ ഈക്വൽ ടു അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടുത്തെ അഡ്ജസന്റ് സൈഡ്, തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് ആണ് എന്ത്? എഫ് എക്സ് എന്ന് പറയുന്നത്. ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? എഫ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എഫിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ദെൻ എഫ് എക്സ് ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് പറയാം? എഫ് കോസ് തീറ്റ എന്ന് പറയാം അല്ലെ. സോ ഈ ഡയറക്ഷനിലുള്ള ഫോഴ്സിന്റെ കമ്പോണന്റ് എന്താണ്? എഫ് കോസ് തീറ്റയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഡയറക്ഷനിലുള്ള വർക്ക് എന്ന് പറയുന്ന വർക്ക് എന്തെങ്കിലും ഫാക്ടേഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സിനെ ഡിസ്പ്ലേസ്മെന്റിനെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള ഡിസ്പ്ലേസ്മെന്റിനെയും ഈ ഡയറക്ഷനിലുള്ള ഫോഴ്സിന്റെയും പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. അപ്പൊ ഇങ്ങോട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ്, ദെൻ ഈ ഡയറക്ഷനിലുള്ള ഫോഴ്സ് ഏതാണ്? എഫ് എസ് കോസ് തീറ്റയാണ്. സോ എഫ് കോസ് തീറ്റ. അപ്പൊ വർക്ക് ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു എഫ് കോസ് തീറ്റ. ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇനി ഒന്ന് നമുക്ക് നമ്മുടെ പണ്ട് നമ്മൾ പഠിച്ച ഡോട്ട് പ്രൊഡക്റ്റ് ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് ഒന്ന് പോകാം. എ ഡോട്ട് ബി എന്താണ്? എ ബി കോസ് തീറ്റ. എയുടെയും ബിയുടെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എ ബി കോസ് തീറ്റ കിട്ടും. സോ ഇവിടെ ഞാൻ എസിനെയും എഫിന്റെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ലെസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എഫ് ഡോട്ട് എസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എഫ് എസ് കോസ് തീറ്റ ആയിരിക്കില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടേമിനെ എനിക്ക് എന്തെന്ന് എഴുതാം? എഫ് ഡോട്ട് എസ് എന്ന് എഴുതിക്കൂടെ? സോ വർക്ക് ഡണ്ണിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് എസ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വർക്കിനെ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ വർക്കിന്റെ ഇക്വേഷൻ എന്താണ്? W is equal to F dot S. Thank you.